തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു IT ജീവനക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്കെതിരെ നടന്നിട്ടുള്ള അതിക്രമം അത് നമ്മളെ ഏവരെയും ഞെട്ടിച്ചു കളഞ്ഞു. അവൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്റ്റൽ മുറിയില് ഒരു അപരിചിതൻ അവൾ കിടന്നുറങ്ങുമ്പോൾ അവളുടെ ദേഹത്ത് കയറി കിടന്നിരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, അവളുടെ സുരക്ഷിതമായി കിടന്നുറങ്ങുന്ന ഒരു സ്ഥലമാണെന്ന്. ഉറക്കത്തിൽ അവള് ഞെട്ടി എഴുന്നേറ്റു. തന്റെ ദേഹത്ത് എന്തോ സ്പർശിക്കുന്ന, എന്തോ ഭാരം ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ട് അവൾ ഞെട്ടി എഴുന്നേറ്റതാണത്. ഒരു പെൺകുട്ടിക്ക് ഉറക്കത്തിൽ പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തൊരു ഭീകരമാണത് ആ അവസ്ഥ. ഹോസ്റ്റൽ മുറികളും ഹോസ്റ്റലും കൃത്യമായി പരിചിതമായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അവൻ. അല്ലെങ്കിൽ അവൻ ഈ ധൈര്യം കാണിക്കില്ല. ഒരുപക്ഷെ ഹോസ്റ്റലിന്റെ നടത്തിപ്പുകാർക്ക് പോലും അവന് കൃത്യമായിട്ട് അറിയാമായിരിക്കും. അല്ലെങ്കിൽ അവൻ ഈ ധൈര്യം കാണിക്കുമോ? രാത്രി സമയത്ത് ഒരു പെൺകുട്ടിയുടെ മുറിയിൽ കയറുവാനുള്ള ധൈര്യം എവിടുന്ന് കിട്ടി അവന്? എങ്ങനെ കിട്ടി? ഈ അടുത്തിടെയാണ് നമ്മുടെ തമിഴ്നാട്ടിൽ 3 പോലീസുകാർ ചേർന്നിട്ട് 19 വയസ്സുള്ള പെൺകുട്ടിനെ സ്വന്തം ചേച്ചിയുടെ മുമ്പിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്തത്. അത് നമ്മൾ ആരും മറന്നിട്ടില്ല. മറക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ദിവസം മുമ്പ് ഡൽഹിയിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് പോകുന്ന ട്രെയിനിൽ രാത്രി കാലങ്ങളിൽ നമ്മുടെ സുരക്ഷയ്ക്കായിട്ട് ട്രെയിനിൽ പാറാവുകാരനായി നിർത്തിയിട്ടുള്ള പോലീസുകാരൻ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തഴുകുകയാണ്. അവൾ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു. അതായത് സുരക്ഷ നൽകേണ്ട ആള് തന്നെ സുരക്ഷ നൽകാതിരിക്കുക. പെൺകുട്ടികൾ ആരെയാണ് വിശ്വസിക്കുക? ഗവൺമെന്റിനെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ സ്വന്തം അച്ഛനമ്മമാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമ്മളെ തന്നെയാണ് നമ്മൾ കുറ്റക്കാരായിട്ട് കൈ ചൂണ്ടത്. കാരണം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഗവൺമെന്റ് ആ നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുന്നില്ല.